പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡീസ് കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. നോളജ് എന്ന് പറയുന്നത് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഓരോ ദിവസവും നോളജ് നിക്ഷേപിക്കുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലൂടെ അതിലെ റിസൾട്ട് വഴി അറിയാൻ പറ്റും. നമ്മൾ എത്രത്തോളം നിക്ഷേപിക്കുന്നു അതനുസരിച്ച് നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും. അതിന് വേണ്ടത് സമയമാണ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, താല്പര്യം വേണം. നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ. ഇന്ന് ജൂൺ 7 ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായി ജെഡീസ് കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2024 ജൂൺ 6 സുനിൽ ഛേത്രി തന്റെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചത് ഏത് ടീമിനെതിരെയാണ്? കുവൈറ്റിനെതിരെയാണ് ഇന്നലെ ജൂൺ 6 സുനിൽ ഛേത്രിയുടെ അവസാനത്തെ ഇന്റർനാഷണൽ മത്സരം കളിച്ചിട്ടുള്ളത്. 2026 അടുത്ത ഫിഫ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആകുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരമായിരുന്നു സുനിൽ ഛേത്രിയുടെ. കുവൈറ്റിനെതിരെയായിരുന്നു മത്സരം. ഇത് നടന്നിട്ടുള്ളത് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്കിൽ വെച്ചാണ് ഈ മത്സരം നടന്നിട്ടുള്ളത്. ഇന്ത്യക്ക് വേണ്ടി 19ാമത്തെ വയസ്സിലാണ് സുനിൽ ഛേത്രി തന്റെ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത്. 151 മാച്ചിലൂടെ 94 ഗോൾസ് ആണ് സുനിൽ ഛേത്രിയുടെ റെക്കോർഡ്. എന്ന് പറയുമ്പോൾ 19ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ 2005 ഇന്ത്യക്ക് വേണ്ടി തന്റെ കളി ആരംഭിച്ചിട്ടുള്ളത്. ജൂൺ 6 അദ്ദേഹം തന്റെ അവസാനത്തെ ഇന്റർനാഷണൽ മത്സരം കുവൈറ്റിനെതിരെ കളിച്ചു. ഏറ്റവും കൂടുതൽ അദ്ദേഹം ഗോൾ നേടിയിട്ടുള്ളത് നേപ്പാളിനെതിരെയാണ്. 13 മാച്ച് ആണ് നേപ്പാളിനെതിരെ സുനിൽ ഛേത്രി കളിച്ചിട്ടുള്ളത്. ഇതിൽ 9 ഗോൾ ആണ് സുനിൽ ഛേത്രി നേടിയിട്ടുള്ളത്. കൂടാതെ തൊട്ടുപുറകെ മാൽഡീവ്സ്, ബംഗ്ലാദേശ് എന്നിങ്ങനെ പോകുന്നു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് 2011 2005 തന്റെ അരങ്ങേറ്റത്തിൽ അദ്ദേഹം 1 ഗോൾ നേടി. പിന്നീട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത വർഷമായിരുന്നു 2011, 13 ഗോളുകൾ. ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഏർപ്പെടുത്തിയ 2024 പരിസ്ഥിതി മിത്രം അവാർഡ് കേരളത്തിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത്? സാബു ജോസഫ്. പരിസ്ഥിതി മിത്രം അവാർഡ് 2024 ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് സാബു ജോസഫിനാണ്. സാബു ജോസഫ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് സയൻസിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയിട്ട് അനുബന്ധിച്ചാണ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് സയൻസിലെ സാബു ജോസഫിന് ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം 6 മേജർ നാഷണൽ പ്രൊജക്ടിലെ അംഗമാണ്. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ ഇക്കോസിസ്റ്റം സേവന മൂല്യം നിർണ്ണയിക്കുന്ന ആ ഒരു പ്രോഗ്രാമിലും ആ ഒരു പ്രൊജക്റ്റിലും അദ്ദേഹം പങ്കാളിയാണ്. 6 പ്രൊജക്റ്റിലെ ഭാഗമായിട്ടുള്ള സാബു ജോസഫ് ആണ് 2024 പരിസ്ഥിതി മിത്രം അവാർഡ് നേടിയിട്ടുള്ളത്. 18ാം ലോക്സഭയിൽ എത്ര പുതിയ എംപിമാരുണ്ട്? 280 എംപിമാർ. 18ാമത്തെ ലോക്സഭ ആരംഭിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട്. ഇതനുസരിച്ച് പുതിയതായിട്ട് 280 എംപിമാരാണ് 18ാമത്തെ ലോക്സഭയിൽ ഉള്ളത്. ലോക്സഭയിൽ ആദ്യമായിട്ട് MP ആയിട്ട് വന്നിട്ടുള്ള 280 പേരാണ് ഈ പ്രാവശ്യത്തെ 18ാമത്തെ ലോക്സഭയിലുള്ളത്. 2019 ഇലക്ഷനിലെ 267 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തേത് 263. 7 പ്രാവശ്യം MP-മാരായിട്ടുള്ള വ്യക്തികളും ഈ പ്രാവശ്യത്തെ 18ാമത്തെ ലോക്സഭയിലുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ MP-മാരാണുള്ളത്. 25 വയസ്സുള്ള പുഷ്പേന്ദ്ര സരോജ്, പ്രിയ സരോജ് എന്നിവർ. കൂടാതെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുമ്പോൾ TR ബാലു 82 വയസ്സാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ MP-മാരുടെ ശരാശരി വയസ്സെന്ന് പറയുമ്പോൾ 56. 18ാമത്തെ ലോക്സഭയിൽ ഏതാണ്ട് ശരാശരി പ്രായം എന്ന് പറയുമ്പോൾ 56 വയസ്സാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികൾ പുഷ്പേന്ദ്ര സരോജ്, പ്രിയ സരോജ്. ഏറ്റവും പ്രായം കൂടിയത് TR ബാലു. 280 MP-മാരാണ് ആദ്യമായിട്ട് ലോക്സഭയിലെ MP-മാരായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാഷ്ട്രപതി 17ാം ലോക്സഭ പിരിച്ചുവിട്ടത്? ആർട്ടിക്കിൾ 85. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 85 പ്രകാരമാണ് 17ാമത്തെ ലോക്സഭ ഇന്ത്യൻ രാഷ്ട്രപതി പിരിച്ചുവിട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജൂൺ 5 17ാമത്തെ ലോക്സഭ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഡിസോൾവ് ചെയ്തിട്ടുള്ളത്, അതായത് പിരിച്ചുവിട്ടിട്ടുള്ളത്. യൂണിയൻ ക്യാബിനറ്റിന്റെ തീരുമാനപ്രകാരമാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു 17ാമത്തെ ലോക്സഭ പിരിച്ചുവിട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 85 ഉപവിഭാഗം ക്ലോസ് 2 പ്രകാരമാണ് 17th ലോക്സഭ ഇന്ത്യൻ പ്രസിഡന്റ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ചെയർ ചെയ്തിട്ടുള്ള, അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ള ക്യാബിനറ്റ് ആണ് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ, അതായത് 17th ലോക്സഭ ജൂൺ 16 വരെ കാലാവധിയുണ്ട്. എന്നാൽ ഇപ്പോൾ ജൂൺ 5 അത് പിരിച്ചുവിട്ടു. 1000 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ വ്യക്തി ആരാണ്?
ഒലേഗ് കൊനേനെങ്കോ. റഷ്യയുടെ കോസ്മോണറ്റ് ആയിട്ടുള്ള ഒലേഗ് കൊനേനെങ്കോ ആണ് 1000 ദിവസം ബഹിരാകാശ ചെലവഴിച്ചിട്ടുള്ള ആദ്യത്തെ വ്യക്തി. സാധാരണ പറയുമ്പോൾ ആസ്ട്രോണോട്ട് എന്ന് പറയുന്ന പോലെ തന്നെ റഷ്യയിലെ സ്പേസിലേക്ക് യാത്ര ചെയ്യുന്നവരെ പറയുന്നതാണ് കോസ്മോണറ്റ്. ഇതിൽ ഒലേഗ് കൊനേനെങ്കോ ആണ് 1000 ദിവസം ചിലവഴിച്ചുകൊണ്ട് ആദ്യത്തെ വ്യക്തിയായിട്ട് മാറിയിട്ടുള്ളത്. 2024 ജൂൺ 5-ാം തീയതിയാണ് ഈ കാര്യം റഷ്യൻ സ്പേസ് ഏജൻസി അറിയിച്ചിട്ടുള്ളത്. റഷ്യൻ സ്പേസ് ഏജൻസിയാണ് റോസ്കോസ്മോസ്. 19 വയസ്സുള്ള ഒലേഗ് കൊനേനെങ്കോ ഇപ്പോഴും ബഹിരാകാശത്താണ്. 2023 സെപ്റ്റംബർ 15 മുതൽ 2024 സെപ്റ്റംബർ 23 വരെ അദ്ദേഹം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടാകും. 2024 സെപ്റ്റംബർ 23 അദ്ദേഹം 1110 ദിവസമാണ് പൂർത്തീകരിക്കുക. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ എക്സ്പെഡിഷൻ 2008 ഏപ്രിലായിരുന്നു. 5 പ്രാവശ്യമായിട്ടാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ഒലേഗ് കൊനേനെങ്കോ ചിലവഴിച്ചിട്ടുള്ളത്. 5 ജൂൺ 2024 ഏത് രാജാവിന്റെ ചിത്രമുള്ള ഒരു പുതിയ കറൻസി UK പ്രചരിപ്പിച്ചു? ചാൾസ് മൂന്നാമൻ രാജാവ്. UKയുടെ ഇപ്പോഴത്തെ മൊണാർക്ക് രാജാവാണ് കിങ് ചാൾസ് III. അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ടുള്ള പുതിയ നോട്ട് ആണ് UK ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്. ചാൾസ് മൂന്നാമൻ ഇദ്ദേഹം രണ്ടാമത്തെ ഒരു വ്യക്തിയാണ്, രണ്ടാമത്തെ രാജാവാണ്. ക്വീൻ എലിസബത്ത് II ശേഷം UK കറൻസിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചിത്രമായിട്ട് വന്നിട്ടുള്ളത്. ചാൾസ് മൂന്നാമന്റെ ചിത്രം പൗണ്ട് 5, 10, 20, 50 എന്നീ നോട്ടുകളിലാണ് ചാൾസ് മൂന്നാമന്റെ ചിത്രം ഉള്ളത്. ബാക്കിയുള്ള നോട്ടിലും അന്തരിച്ച ക്വീൻ എലിസബത്ത് II ചിത്രമാണ് ഉള്ളത്. ഇന്നലെ ജൂൺ 6 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു. T20 ലോകകപ്പിന്റെ 9 പതിപ്പുകളിലും കളിച്ച ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് താരം ആരാണ്? രോഹിത് ശർമ്മ. ഇപ്പോൾ T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇപ്പോൾ രോഹിത് ശർമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിച്ചിട്ടുള്ള ആദ്യത്തെ ക്രിക്കറ്റർ ആയി മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. ഇപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ജൂൺ 6 സുനിൽ ഛേത്രി തന്റെ അവസാന അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചത് ഏത് ടീമിനെതിരെയാണ്? കുവൈറ്റ്. ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഏർപ്പെടുത്തിയ 2024 പരിസ്ഥിതി മിത്രം അവാർഡ് കേരളത്തിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത്? സാബു ജോസഫ്. 18-ാം ലോക്സഭയിൽ എത്ര പുതിയ MP-മാരുണ്ട്? 280 MP-മാർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാഷ്ട്രപതി 17-ാം ലോക്സഭ പിരിച്ചുവിട്ടത്? ആർട്ടിക്കിൾ 85. 1000 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ആദ്യ വ്യക്തി ആരാണ്? ഒലേഗ് കൊനേനെങ്കോ. 5 ജൂൺ 2024 ഏത് രാജാവിന്റെ ചിത്രമുള്ള ഒരു പുതിയ കറൻസി UK പ്രചരിപ്പിച്ചു? ചാൾസ് മൂന്നാമൻ രാജാവ്. ഇന്ന് ജൂൺ 7 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. വിച്ച് സ്റ്റേറ്റ് ബിക്കെയിം ദി 29th സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻ 2014? 2014 ഇന്ത്യയുടെ 29ാമത് സംസ്ഥാനമായി മാറിയ സംസ്ഥാനം. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് നമുക്ക് എപ്പോഴും ഒരു അസറ്റാണ്. നമ്മളെന്നും ഇതേപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത് നമ്മുടെ കോൺഫിഡൻസും അതുപോലെ തന്നെ പരീക്ഷകൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.